റോഡ് നവീകരണത്തിന്റെ പേരിൽ കുടിവെള്ള പൈപ്പുകൾ അടിക്കടി പൊട്ടുന്നത് തച്ചനാട്ടുകര ചെത്തല്ലൂരിലെ നൂറുകണക്കിന് വീട്ടുകാർക്ക് കുടിവെള്ളം കിട്ടാതെയാക്കുന്നു. മുറിയങ്കണ്ണി പൂവത്താണി റോഡ് പണി ആരംഭിച്ചതിനെ തുടർന്ന് പൈപ്പ് ലൈൻ പൊട്ടിയാണ് കുടിവെള്ള വിതരണം തകരാറിലായത്. ചെത്തല്ലൂർ, മാമ്പ്ര, കാരുതൊടി ഭാഗം, കലാലയംപടി തുടങ്ങി നിരവധി പ്രദേശങ്ങളിലാണ് ഒരാഴ്ചയായി കുടിവെള്ളം മുടങ്ങിക്കിടക്കുന്നത്. മുറിയങ്കണ്ണി പുഴക്കടവിൽ നിന്നുള്ള മുറിയങ്കണ്ണി ശുദ്ധജല വിതരണ പദ്ധതിയുടെ പൈപ്പിൽ നിന്നാണ് പ്രദേശങ്ങളിലെ മൊത്തം വീടുകളിലേക്ക് വെള്ളമെത്തുന്നത്. മുറിയങ്കണ്ണി പൂവത്താണി റോഡ് പണി ആരംഭിച്ചതിനെ തുടർന്ന് പൈപ്പ് ലൈൻ പൊട്ടിയാണ് കുടിവെള്ള വിതരണം തകരാറിലായത്. ആ ഭാഗം ഒരു 10-20 വീടുകളുണ്ട്. ഈ തലയ്ക്കുന്ന ആ തലവരൊക്കെ ഈ പൈപ്പിലെ വെള്ളം ഉപയോഗിക്കുന്നവരാണ്. എന്താ ചെയ്യുക? രാവിലെ 6 മണിക്ക് നീച്ച് ജോലിക്ക് പോവുക, വൈകുന്നേരം 5 മണിക്ക് വന്നിട്ട് എപ്പോഴാണ് വെള്ളം കൊണ്ടുവരിക? വീട്ടിൽ വയ്യാത്ത അമ്മയാണ്, സുഖമില്ലാത്ത അനിയനാണ്, അവർക്കൊന്നും വെള്ളം കൊണ്ടുവരാൻ വയ്യ. പറ്റ കുടുങ്ങിയ ചില ദിവസങ്ങളിൽ രാവിലെ കുളിക്കാതെ ജോലിക്ക് പോണ്. വെള്ളമില്ലാതെ എന്താ കാട്ടുക? എല്ലാ കാര്യങ്ങൾക്കും വെള്ളം വേണ്ടേ? എന്തായാലും വെള്ളം വന്നേ പറ്റൂ. വേറെ ഒരു പരിഹാരവും ഇല്ല. കിണറില്ല, വീട്ടിലൊന്നുമില്ല. ശുദ്ധജല വിതരണം താറുമാറായതോടെ പ്രദേശത്തെ ആളുകൾക്ക് കുളിക്കാനോ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയോ വെള്ളമില്ലാത്ത അവസ്ഥയാണ്. എന്നാൽ മാമ്പ്ര റോഡിലെ ക്വാർട്ടേഴ്സുകളിൽ കിണറോ മറ്റ് സംവിധാനമോ ഇല്ലാത്തത് നിരവധി ആളുകളെ പ്രയാസത്തിലാക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വേറെ ഇതൊന്നുമില്ല, ഈ വെള്ളം തന്നെ വേണം കുളിക്കാനും എല്ലാ ആവശ്യങ്ങൾക്കും. അപ്പോൾ ഞങ്ങളാകെ ബുദ്ധിമുട്ടിയിട്ടാണ്. ഇപ്പോൾ റോഡ് വേണം, പക്ഷെ എന്നാലും അതിനെക്കാട്ടിലും കൂടുതൽ വെള്ളമല്ലേ നമുക്ക് വേണ്ടത്. ഇപ്പോൾ വീണ്ടും 4 ദിവസമായി നിൽക്കണം. അപ്പോൾ ഞങ്ങൾക്ക് വേറൊരു ബദൽ സംവിധാനം, അതായത് വെള്ളത്തിന് വേറൊരു മാർഗ്ഗമല്ല. ഒരു വീട്ടിൽ പോയിട്ടും കൂടി വെള്ളം കോരാൻ പറ്റാത്ത അവസ്ഥയാണ് ഞങ്ങൾക്ക്. ഒരു കുടിവെള്ളം കൂടി ഒരു വീട്ടിൽ നിന്ന് എടുക്കാൻ സമ്മതിക്കാത്ത അവസ്ഥയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഈ പൈപ്പ് വെള്ളം മാത്രമാണ് കുടിവെള്ളത്തിനാണെച്ചാലും മറ്റാവശ്യങ്ങൾക്കാണെച്ചാലും ഞങ്ങൾക്ക് ഉപയോഗപ്രദമുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് 4-5 ദിവസമായിട്ട് മുടങ്ങും കൊണ്ട് ആകെ ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ ഞങ്ങൾക്ക് റോഡ് വേണം, റോഡ് വേണ്ടാന്ന് ഞങ്ങൾ പറയുന്നില്ല, പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് ഞങ്ങൾക്ക് വെള്ളമാണ് ആവശ്യമുള്ളത്. ഞങ്ങൾക്ക് അതിനെന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തിയേ പറ്റുള്ളൂ. റോഡ് പണിയിൽ കുടിവെള്ള പൈപ്പുകൾ പൊട്ടുന്നതിനോടൊപ്പം തന്നെ അവ നന്നാക്കാനുള്ള തീവ്ര ശ്രമവും അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ജനകീയ ആവശ്യം പരിഗണിച്ച് കുടിവെള്ള വിതരണ സംവിധാനം കാര്യക്ഷമമാക്കിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി. ഈ ഭാഗത്തുള്ള ഭൂരിപക്ഷം ആൾക്കാർക്കും ഞങ്ങൾ കിണർ വെള്ളം ഇല്ലാത്ത ആൾക്കാരാണ്. ഞങ്ങൾ ഈ കുടിവെള്ള പദ്ധതിയെ ആശ്രയിച്ച് മാത്രമാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഈ റോഡ് പണി തുടങ്ങിയ അന്ന് മുതൽ ഒരു ദിവസം വെള്ളം വന്നാൽ 4 ദിവസം വെള്ളം ഉണ്ടാവില്ല. അങ്ങനെ ഒരു സ്ഥിതിയാണ് ഇതുവരെ തുടർന്നു പോയിട്ടുള്ളത്. ഇപ്പോൾ ഈ നിലവിലിപ്പോൾ ഈ വെള്ളമില്ലാതെയായിട്ട് 4 ദിവസം ആവാൻ പോകണം. ഇതുവരേക്കും അതിനൊരു സംവിധാനം ഉണ്ടായിട്ടില്ല. റോഡ് പണി ഞങ്ങൾക്കൊക്കെ വേണ്ട സാധനം തന്നെയാണ്. റോഡ് പണിക്ക് കൂടെ തന്നെ ഒരു ബദൽ സംവിധാനം ഈ പൈപ്പ് പൊട്ടുമ്പോൾ അത് നേരെയാക്കാൻ ഒരു സംവിധാനം ഇവിടുത്തെ ഭരണകൂടം അത് ചെയ്തേ പറ്റുള്ളൂ. അല്ലാതെ ഈ റോഡ് മാത്രം പോരാ. ഞങ്ങൾക്ക് കുടിവെള്ളം ഇല്ലാതെ റോഡ് ഉണ്ടായിട്ട് എന്താണ് കാര്യം? ഈ വളരെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ പോലും ഇപ്പോൾ വീടുകളിൽ വെള്ളമില്ലാത്ത സ്ഥിതി. മഴ ഉണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ വെള്ളം ഉപയോഗിക്കുന്നത് മഴയിൽ വീടിൻ്റെ മുകളിലത്തെ വെള്ളമാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. മഴയില്ലെങ്കിൽ ആ വെള്ളമില്ല. ഇപ്പോൾ വളരെ കഷ്ടത്തിലാണ് ഞങ്ങളവിടെയുള്ള ആൾക്കാർ. ഇത്രയും മാത്രമല്ല, ഒരുവിധം ഭൂരിപക്ഷം ആൾക്കാർക്കും ഈ കുടിവെള്ളം ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ അതിന് അടിയന്തരമായിട്ട് ഒരു സംവിധാനം ഈ റോഡ് പണിയുടെ ആൾക്കാരായാലും വേണ്ടില്ല, വാട്ടർ അതോറിറ്റി ആയാലും വേണ്ടില്ല. ഇത് ചോദിക്കുമ്പോൾ വാട്ടർ അതോറിറ്റിക്കാരോട് പറഞ്ഞപ്പോൾ അവർ പറയുന്നത് റോഡ് പണിക്കാരാണ് അതിൻ്റെത്. റോഡ് പണിക്കാരോട് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ഇതല്ലാതെ വാട്ടർ അതോറിറ്റിക്കാരെയാണ്. ആരാണ് ഇതിൻ്റെ അതോറിറ്റി എന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ട് ഇതിന് എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് റോഡ് പണിയെ എന്തെങ്കിലും ഞങ്ങൾക്ക് ചെയ്യേണ്ടി വരും. അതിലേക്ക് ഞങ്ങൾ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങേണ്ടി വരുന്ന നമ്മളിപ്പോൾ ഈ അവസ്ഥയിൽ പറയാതെ നിൽക്കാൻ പറ്റില്ല ഞങ്ങൾക്ക്. ഇതേസമയം റോഡ് പണിക്ക് പ്രദേശവാസികൾ ഒരിക്കലും തടസ്സമല്ല എന്നും കുടിവെള്ളമാണ് പ്രാധാന്യമെന്നും അതിന് അർഹമായ പ്രാധാന്യം നൽകി ബദൽ സംവിധാനം ഒരുക്കണമെന്നുമുള്ള ആവശ്യവും ശക്തമായി. CCN ചെത്തല്ലൂർ.